തുടർച്ചയായ രണ്ടാം ദിനവും വിദ്യാർത്ഥിനികളുടെ പ്രതിഷേധം. സ്കൂളിൽ പഠിക്കണം, വീട്ടിൽ കിടക്കണം, മദ്യശാല ഞങ്ങൾക്ക് വേണ്ട, ഇവിടെ മദ്യശാല ഞങ്ങൾക്ക് വേണ്ട. ഒടുവിൽ വിദ്യാലയത്തിന് സമീപത്തെ മദ്യവിൽപ്പനശാല ഇനി തുറക്കില്ലെന്ന് എക്സൈസ് മന്ത്രിയുടെ ഓഫീസിൽ നിന്നും സന്ദേശമെത്തി. കുടിച്ച് നമുക്ക് നല്ല സന്തോഷമുണ്ട്, ഭയങ്കര സന്തോഷമുണ്ട് നമ്മളാണ് ഇത് ചെയ്തതെന്നുള്ളത്. ഇന്നലെ വീണ്ടും ഒരു തുറന്നു കേട്ടപ്പോൾ സത്യം പറഞ്ഞാൽ സങ്കടം വന്നു. നമ്മൾ നമ്മുടെ സ്വന്തം ഇഷ്ടത്തോടെ വന്ന് പ്രതിഷേധിച്ചതാണ്. മദ്യവിമുക്ത കേരളത്തിനായി നമ്മളെല്ലാവരും തയ്യാറാകുമെന്നാണ് ഉറപ്പ്. നന്ദൻകോടെ നളന്ദ റോഡിലെ ബിവറേജസ് ഔട്ട്ലെറ്റാണ് നാട്ടുകാരുടെയും വിദ്യാർത്ഥിനികളുടെയും സമരത്തെ തുടർന്ന് പൂട്ടിയത്. ടെക്നോ പാർക്ക് ഫേസ് 3ക്ക് സമീപത്തേക്ക് വിൽപ്പനശാല മാറ്റി സ്ഥാപിച്ചതും പ്രതിഷേധത്തിന് ഇടയാക്കി. നാട്ടുകാരും കോൺഗ്രസ് പ്രവർത്തകരും ചേർന്ന് അടപ്പിച്ചു. പേരൂർക്കടയിൽ നിന്നും കുടപ്പനക്കുന്നിലേക്ക് ഔട്ട്ലെറ്റ് മാറ്റിയെങ്കിലും ലോഡിറക്കുന്നത് നാട്ടുകാർ തടഞ്ഞു. സമാനമായ സമരങ്ങൾ ജില്ലയുടെ മറ്റു ഭാഗങ്ങളിലും നടക്കുന്നുണ്ട്. മാതൃഭൂമി ന്യൂസ്, തിരുവനന്തപുരം.